+1 കോമേഴ്സ് ഫാമിലി. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ചാപ്റ്റർ 6 ആയ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇത് അത്യാവശ്യം അടിപൊളി ചാപ്റ്റർ ആണ്. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 6 മാർക്കിന് വരുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മുടെ ചാപ്റ്റർ 6 പോലെ തന്നെ 6 മാർക്കിന് വരുന്ന 6 മാർക്സിന് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, യെസ്. അപ്പം ഈ 6 മാർക്സിന് വരുന്ന കുറച്ച് അധികം സാധനങ്ങളുണ്ട്. ഇപ്പോൾ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആവാം ഇതിൽ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ ഒരു 4 മാർക്സിൻ്റെ സംഭവങ്ങളാവാം, പിന്നെ 2 മാർക്സിൻ്റെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പം നമ്മൾ പഠിച്ചു പോകുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന കാര്യങ്ങൾ പറയാം. ഓക്കെ, ആദ്യം തന്നെ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീൻസ് ദാറ്റ് ബിസൈഡ്സ് മാക്സിമൈസിങ് ദ പ്രോഫിറ്റ്, ബിസിനസ് ഷുഡ് ഓപ്പറേറ്റ് ഇൻ എ വേ ദാറ്റ് ബെനിഫിറ്റ് ദ സൊസൈറ്റി. അതായത് നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ നമ്മുടെ ഏറ്റവും മെയിൻ ഉദ്ദേശം എന്താണ്? നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടണം, അല്ലേ? അപ്പം ആ പ്രോഫിറ്റ് മാത്രമല്ല, സൊസൈറ്റിക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റും കൂടെ വേണമെന്ന് ചിന്തിക്കുന്നതിനെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരാ, അല്ലേ? അവർ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നു, കൺസ്യൂമേഴ്സ് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമ്മുടെ ബിസിനസ് വളരുന്നത്. അപ്പം അവർക്ക് വേണ്ടി എന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? അപ്പം ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിനെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരം 4 മാർക്കിന് ചോദിക്കുന്ന സംഭവങ്ങളാണ് ആർഗ്യുമെന്റ്സ് ഫോർ റെസ്പോൺസിബിലിറ്റിയും ആർഗ്യുമെന്റ്സ് എഗൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പോൾ ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ജസ്റ്റിഫിക്കേഷൻ ഫോർ ദി എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത്. ഒരു ബിസിനസ് എക്സിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഗ്രോ ചെയ്യണം, വളരണം എന്നുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യണം, അല്ലേ? കാരണം എന്താണ്? സൊസൈറ്റീനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. അവരുടെ നീഡ്സും വാണ്ട്സും ഒക്കെ മനസ്സിലാക്കി അവരെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ? നമുക്ക് എക്സിസ്റ്റ് ചെയ്യാനും ഗ്രോ ചെയ്യാനും സാധിക്കത്തുള്ളൂ. രണ്ടാമത്തെയാണ് ലോങ് ടേം ഇൻട്രസ്റ്റ് ഓഫ് ദി ഫേം. അതായത് ചില കമ്പനീസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്, പണ്ട് തൊട്ടേ 1960s തൊട്ടേ അല്ലെങ്കിൽ 1840s തൊട്ടൊക്കെ ഓരോ കടകളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്ന്, അല്ലെങ്കിൽ സിൻസ് 1960s എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറില്ലേ? എന്നിട്ടും ഇപ്പോഴും അത് ലോങ് റണ്ണിൽ നടക്കുന്നുണ്ടെങ്കിൽ എന്താണ്? അവർ നല്ല രീതിയിൽ സോഷ്യലി റെസ്പോൺസിബിൾ ആയതുകൊണ്ടാണ്, അല്ലേ? A firm and its image stand to gain maximum profit in the long run when it has highest goal to serve to the society. അതായത് അവർക്ക് നല്ലൊരു പ്രോഫിറ്റ് ലോങ് റൺ ആവുന്ന സമയത്ത് അവർക്ക് കിട്ടും. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ എന്താണ്? അവർ കൊടുക്കുന്ന സർവീസ് സൊസൈറ്റി ആക്സെപ്റ്റും ചെയ്യണം. ദ പബ്ലിക് ഇമേജ് ഓഫ് എനി ഫോം വുഡ് ഓൾസോ ബി ഇംപ്രൂവ് വെൻ ദ സപ്പോർട്ട് സോഷ്യൽ ഗോൾസ്, അല്ലേ? അപ്പം നമ്മൾ സൊസൈറ്റീനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് സൊസൈറ്റി തിരിച്ച് ആ ഒരു ഫേമിനെയും സപ്പോർട്ട് ചെയ്യും. മൂന്നാമത്തെയാണ് അവോയ്ഡൻസ് ഓഫ് ഗവൺമെന്റ് റെഗുലേഷൻ. ഗവൺമെന്റ്സിന്റെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളുണ്ട്. ഇത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. പക്ഷെ രക്ഷപ്പെടാൻ വേണ്ടി ഒരിക്കലും ചെയ്യരുത്. നമ്മൾ സൊസൈറ്റീന് ഡെവലപ്മെന്റ് വേണം, നമ്മുടെ ഒരു ബിസിനസ് വന്നു നമുക്ക് കുറച്ച് ഗ്രോത്ത് വരണം എന്ന ഉദ്ദേശത്തിൽ തന്നെ നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യുക. നാലാമത്തെയാണ് മെയിൻ്റനൻസ് ഓഫ് സൊസൈറ്റി. ഇവിടെ പറയുന്നുണ്ട്, പീപ്പിൾ ഹു ഫീൽസ് ദാറ്റ് ദേ ആർ നോട്ട് ഗെറ്റിംഗ് ദ ഡ്യൂ ഫ്രം ദ ബിസിനസ് മേ റിസോർട്ട് ടു ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റി. അതായത് ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ബിസിനസ് വളർന്നു വരുന്ന സമയത്ത് അവരിൽ നിന്ന് നമുക്കൊന്നും കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ അവിടെ ഉള്ള, അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന സാധാരണ മനുഷ്യർക്ക് ഒരു ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രവണത വരും, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ സൊസൈറ്റിനെ ഹാപ്പി ആക്കി ഇരുത്തുക, അവരുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി അവർക്ക് സാധനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ദിസ് മേ ഹാം ദി ഇൻട്രസ്റ്റ് ഓഫ് ബിസിനസ് ആൻഡ് ദെയർഫോർ ഇറ്റ് ഈസ് ഡിസൈറബിൾ ദാറ്റ് ബിസിനസ് എന്റർപ്രൈസ് ഷുഡ് അസ്യൂം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്താൽ മുന്നോട്ട് സന്തോഷത്തോടെ പോകാനായിട്ട് സാധിക്കും. അഞ്ചാമത്തെയാണ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് വിത്ത് ബിസിനസ്. ഇവിടെ പറയുന്നുണ്ട്, ദീസ് ആർഗ്യുമെന്റ് ഹോൾഡ്സ് ദാറ്റ് ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാവ് വാല്യൂബിൾ ഫിനാൻസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് വിച്ച് ക്യാൻ ബി എഫക്റ്റീവ്ലി യൂസ് ഫോർ സോൾവിങ് പ്രോബ്ലംസ്. അതായത് നമുക്ക് എന്തൊരു പ്രോബ്ലംസ് ഫേസ് ചെയ്താലും, അതായത് സൊസൈറ്റിയിൽ നിന്ന് വന്നാലും, നമുക്കത് ഡീല് ചെയ്യാൻ വേണ്ടി എന്താണ്? ഹ്യൂമൻ റിസോഴ്സും അതുപോലെ തന്നെ എന്താണ്? നല്ല വാല്യൂബിൾ ഫിനാൻഷ്യൽ റിസോഴ്സസും നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അടുത്തതാണ് ആറാമത്തെയാണ് കൺവേർട്ടിംഗ് പ്രോബ്ലംസ് ഇൻ ടു ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കുമായിരിക്കും പ്രോബ്ലംസിനെ എങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലത്തിൽ കുടിവെള്ളം അത്ര നല്ല ക്ലിയർ ആൻഡ് പ്യുവർ ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പം അതിനടുത്ത് തന്നെ ഒരു ബിസിനസ് എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും ആഗ്രഹിച്ച് അവർ വരുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഇങ്ങനെ നോക്കും, നമ്മുടെ ഇവിടെ ഉള്ള പ്രോബ്ലംസ് എന്താണെന്ന് അവർ ഐഡന്റിഫൈ ചെയ്ത് അതിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ബിസിനസ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ വാട്ടർ പ്യൂരിഫയർ, അല്ലേ? വാട്ടർ പ്യൂരിഫയർ എല്ലാവരുടെയും വീട്ടിലുണ്ട്, എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വാട്ടർ പ്യൂരിഫയർ അവർ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ആ ചുറ്റുപാടുമുള്ള ആൾക്കാർ മൊത്തം അവിടുന്ന് വന്ന് സാധനം വാങ്ങിക്കും, അല്ലേ? അപ്പം അവർ സൊസൈറ്റിക്ക് വേണ്ടി തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ടെങ്കിൽ വന്ന് എന്തെങ്കിലും സംഭവങ്ങൾ കേടാവുകയോ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ വന്ന് ക്ലീൻ ചെയ്തൊക്കെ കൊടുക്കാനായിട്ടൊക്കെ എളുപ്പമാണ്, അല്ലേ?
അപ്പം ആൾക്കാർക്കൊരു സഹായമാവും, അതുപോലെ തന്നെ അവരുടെ ബിസിനസ് ഗ്രോ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രോബ്ലംസിനെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുന്നു എന്ന് പറയുന്നത്. 7ാമത്തെ പോയിന്റ് ആണ് ബെറ്റർ എൻവയൺമെന്റ് ഫോർ ഡൂയിങ് ബിസിനസ്. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു എൻവയൺമെന്റ് എന്ന് പറയുന്നത് ഏറ്റവും ബെറ്റർ ആക്കണം. ഇറ്റ് ആർഗ്യൂ ദാറ്റ് ദ ബിസിനസ് സിസ്റ്റം ഷുഡ് ഡു സംതിങ് ടു മീറ്റ് നീഡ്സ് ബിഫോർ ഇറ്റ് ഇസ് കൺവോണ്ടഡ്. അതായത് സോഷ്യൽ ഇൽനെസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒരു ബിസിനസ് മുന്നോട്ട് പോകണം. 8ാമത്തെ പോയിന്റ് ആണ് holding business responsibility for social problems. It is argued that some of the social problems have either been created or perpetuated by the business enterprise. അതായത് ചില കാര്യങ്ങൾ ബിസിനസ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. എന്താണ് ഇവിടെ വരുന്നത്? പൊല്യൂഷൻ ഉണ്ട്, അൺസേഫ് ആയിട്ടുള്ള വർക്ക് പ്ലേസ് ഉണ്ട്, അതുപോലെ തന്നെ കറപ്ഷൻസ് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ബിസിനസ് തന്നെ കൊണ്ടുവരുന്ന കാര്യങ്ങളല്ലേ? അതൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അത് സൊസൈറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അടുത്തതാണ് ആർഗ്യുമെന്റ്സ് അഗൈൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യേണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ റീസൺസ് ആണ് ഇപ്പം നമ്മൾ കണ്ടത്. ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യണം എന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. ആർഗ്യുമെന്റ്സ് അഗൈൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? എന്തിനാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നത്? അതിന് എന്തിന്റെ ആവശ്യമാണ് എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. ഫസ്റ്റ് വൺ, വയലേഷൻ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഇവിടെ വരുന്നുണ്ട്. നമുക്കറിയാം ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോഴത്തേക്ക് സേവനമാണ് എൻ്റെ മെയിൻ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെയോ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് കൂടുതൽ എന്താണ്? പ്രോഫിറ്റ് കിട്ടണം അല്ലെ? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം, എൻ്റെ ബിസിനസ് നന്നായിട്ട് പൈസ ഒക്കെ കിട്ടി വളരണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ മൈൻഡിൽ അല്ലെ? അപ്പം അതുകൊണ്ട് തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു പ്രോഫിറ്റിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലയോ? അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്? അക്കോർഡിംഗ് ടു ദിസ് ആർഗ്യുമെന്റ്, ബിസിനസ് എക്സിസ്റ്റ് ഓൺലി ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ദെയർഫോർ any talk of social responsibility is against this objective അല്ലെ? അപ്പൊ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നവർ സ്റ്റേ അവേ. കാരണം എന്താണ്? നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് നമ്മുടെ മൈൻഡിലുള്ളത്. 2ാമത്തെയാണ് ബർഡൻ ഓൺ കൺസ്യൂമേഴ്സ്. അതായത് ചിലപ്പോൾ 10 രൂപയുടെ ഒരു സാധനം, 10 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈ കടക്കാർക്ക് അല്ലെങ്കിൽ ഈ ബിസിനസ് ഫേമിന് ചെയ്യേണ്ടതുകൊണ്ട് അവർ ചിലപ്പോൾ 12 രൂപയ്ക്കായിരിക്കും വിൽക്കുന്നത് അല്ലെ? അപ്പൊ 2 രൂപ ആരാ അടയ്ക്കുന്നത്? നമ്മൾ അല്ലെ? നമ്മുടെ കയ്യിൽ നിന്നാണ് അവർ പൈസ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് അതൊരു ബർഡൻ ആണ്. ശരിക്കും അതൊരു ബാധ്യത തന്നെയാണ്, അത് അൺഫെയറുമാണ് അല്ലെ? നമ്മളിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് 10 രൂപയ്ക്ക് തന്നെ സാധനം കൊടുത്ത് അതിൽ നിന്ന് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? പക്ഷെ അവർ അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല. നമ്മൾക്കും കൂടെ നമ്മൾ വാങ്ങിക്കുന്ന ആ പ്രൊഡക്റ്റിലും കൂടെ പൈസ ആഡ് ചെയ്തിട്ട് അതിൽ നിന്നാണ് അവരെടുത്ത് കൊടുക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ നമ്മളാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നത്. 3ാമത്തെ പോയിന്റ് ആണ് ലാക്ക് ഓഫ് സോഷ്യൽ സ്കിൽ. അപ്പം എല്ലാവർക്കും സോഷ്യൽ സ്കിൽസ് കിട്ടണമെന്നില്ല. എല്ലാ ബിസിനസ് എന്റർപ്രൈസ് റൺ ചെയ്യുന്നവർക്കും സോഷ്യൽ സ്കില്ല് വേണമെന്നില്ല. ഓൾ സോഷ്യൽ പ്രോബ്ലംസ് കനോട്ട് ബി സോൾവ് ഇൻ ദ വേ ഓഫ് ബിസിനസ് പ്രോബ്ലം. ബിസിനസ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പോലെ സൊസൈറ്റിയിൽ നടക്കുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മാനത്ത് നോക്കിയിരിക്കത്തേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇൻ ദ ഫാക്ട് ബിസിനസ് മെൻ ഡു നോട്ട് ഹാവ് ദ നെസസറി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ട്രെയിനിങ് ടു സോൾവ് ദ സോഷ്യൽ പ്രോബ്ലംസ്. അവർക്ക് വലിയ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന്. അതുകൊണ്ട് തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല എന്നാണ് പറയുന്നത്. 4ാമത്തെയാണ് ലാക്ക് ഓഫ് ബ്രോഡ് പബ്ലിക് സപ്പോർട്ട്. അതായത് ഇപ്പൊ ചില സമയത്ത് നമ്മൾ പറയും, ഇപ്പം നമ്മൾ സ്കൂളിലൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ക്ലാസ്സിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു സംഭവത്തിന് അപ്പുറത്തെ ക്ലാസ്സിൽ ആരെങ്കിലും വന്ന് തലയിടുമ്പോൾ നമ്മൾ പറയും നിനക്ക് എന്താടാ ഇവിടെ കാര്യം എന്ന് നമ്മൾ ചോദിക്കും അല്ലെ? അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് വെളിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ബിസിനസ് എന്റർപ്രൈസ് കയറി വന്നിട്ട് അത് അവരുടെയും കൂടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് സോൾവ് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ സൊസൈറ്റി സമ്മതിക്കുവോ? ഇല്ല, മാറി നിൽക്കാൻ പറയും അല്ലെ? അതാണ് പറയുന്നത്. ദ പബ്ലിക് ഇൻ ജനറൽ ഡസ് നോട്ട് ലൈക്ക് ബിസിനസ് ഇൻവോൾവ്ഡ് ഇൻ ആൻഡ് ഓർ ഇന്റർഫിയർ ഇൻ സോഷ്യൽ പ്രോഗ്രാംസ്. Therefore business cannot operate successfully because of lack of public confidence and operation in solving social problems. Okay, അപ്പം ഇത്രയും ലാക്ക് ഓഫ് ബ്രോഡ് പബ്ലിക് സപ്പോർട്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ലാക്ക് ഓഫ് സോഷ്യൽ സ്കില്ല് പഠിച്ചു, ബർഡൻ ഓൺ കൺസ്യൂമേഴ്സ് പഠിച്ചു, അതുപോലെ എന്താണ് വയലേഷൻ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷനും നമ്മൾ പഠിച്ചു. ആർഗ്യുമെന്റ്സ് അഗൈൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ആർഗ്യുമെന്റ്സ് അഗൈൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓർത്ത് വെക്കുക. മറന്നു പോവരുത് കേട്ടോ. റിയാലിറ്റി ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ശരിക്കുമുള്ള മുഖം അല്ലെങ്കിൽ റിയാലിറ്റി, നമ്മൾ പറയും റീലും റിയാലിറ്റിയും ഒക്കെ പറയുന്ന പോലെ ശരിക്കുമുള്ള റിയാലിറ്റി എന്താണെന്ന് ഇപ്പം നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. ത്രെറ്റ് ഓഫ് പബ്ലിക് റെഗുലേഷൻസ്. ഇവിടെ വരുന്നുണ്ട് എന്താണ്? ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെന്റ്സ് അല്ലെങ്കിൽ ഗവേൺ ചെയ്യുന്ന ആൾക്കാർ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇന്ന കാര്യം ചെയ്യണം ചെയ്യണ്ട എന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ വല്ലതും ചെയ്യുവാണെങ്കിൽ
അറിയാതെ വല്ലതും ചെയ്യുവാണെങ്കിൽ അത് വലിയ കേസാവും, നമുക്കെതിരെ അത് എഗൻസ്റ്റ് ഒരു ബാഡ് ന്യൂസ് ആയിട്ടായിരിക്കും അത് വരുന്നത്. അതുകൊണ്ട് തന്നെ പബ്ലിക് റെഗുലേഷൻസിൽ നിന്ന് നമുക്ക് ത്രെട്ട് ഫേസ് ചെയ്യാം. പ്രഷർ ഓഫ് ലേബർ മൂവ്മെന്റ്. പണ്ടത്തെ ആൾക്കാരെ പോലെ 100 രൂപയ്ക്കും 200 രൂപയ്ക്കൊന്നും പണിയെടുക്കുന്നവരല്ല. അവർ ചോദിച്ച് പൈസ വാങ്ങിക്കും. അതുപോലെ തന്നെ അവർക്ക് കിട്ടേണ്ടിയ പൈസ കൊടുത്തില്ലെങ്കിൽ അതിന് എഗൻസ്റ്റ് ഒച്ച വെക്കാനും അവർ റെഡിയാണ് അല്ലെ. അപ്പം വാ തുറന്ന് സംസാരിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പം നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, ലേബർ ഫോഴ്സിനെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ സൂക്ഷിക്കണം. കാരണം എന്താണ്, അവർക്കിപ്പോൾ വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള റൈറ്റ്സ് കാര്യങ്ങളൊന്നും അവിടെ കിട്ടിയില്ലെങ്കിൽ അവരതിന് എഗൻസ്റ്റ് സംസാരിക്കും. അതുകൊണ്ട് തന്നെ ലേബർ മൂവ്മെന്റ്സ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. മൂന്നാമത്തെയാണ് ഇമ്പാക്ട് ഓഫ് കൺസ്യൂമർ കോൺഷ്യസ്നെസ്. പണ്ടെന്ന് പറയുന്നത് നമ്മൾ പറയുമായിരുന്നു പ്രിൻസിപ്പിൾ ഓഫ് കാവിയറ്റ് എംപ്റ്റർ എന്ന് പറയുമായിരുന്നു, ഓർ ലെറ്റ് ദ ബയർ ബിവെയർ. വാങ്ങിക്കുന്ന ആൾ വേണമെങ്കിൽ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വാങ്ങിച്ചോ എന്നായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറയുന്നത് കസ്റ്റമർ ഇസ് ദ കിങ് അല്ലെ. നമ്മൾ കൊമേഴ്സുകാർ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് കസ്റ്റമർ ഇസ് ദ കിങ്. കസ്റ്റമർ ആണ് എന്താണ് ഒരു ബിസിനസ്സിനെ വളർത്തുന്നതും തളർത്തുന്നതും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, കസ്റ്റമർ കോൺഷ്യസ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ബിസിനസ് എന്റർപ്രൈസ് ഹാവ് സ്റ്റാർട്ടഡ് ഫോളോയിങ് ദ കസ്റ്റമർ ഓറിയന്റഡ് പോളിസീസ്. അതായത് അവർക്ക് വേണ്ട സാധനങ്ങൾ ഓരോ ബിസിനസ് ബിൽഡ് ചെയ്യാനായിട്ട് തുടങ്ങി. നാലാമത്തെയാണ് ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സ്റ്റാൻഡേർഡ് ഓഫ് ബിസിനസ്. ന്യൂ സോഷ്യൽ സ്റ്റാൻഡേർഡ് കൺസിഡർഡ് എക്കണോമിക് ആക്ടിവിറ്റി ബിസിനസ് എന്റർപ്രൈസ് ആസ് ലെജിറ്റിമേറ്റ് ബട്ട് ദി കണ്ടീഷൻസ് ദാറ്റ് മേ മസ്റ്റ് ഹാവ് ഓൾസോ സെർവ് സോഷ്യൽ നീഡ്സ്. അതായത് സൊസൈറ്റിക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇറ്റ് ഇസ് ദ സൊസൈറ്റി ദാറ്റ് പെർമിറ്റ്സ് ബിസിനസ് ടു എക്സിസ്റ്റ് ആൻഡ് ഗ്രോ. സൊസൈറ്റി ആണല്ലോ അവരെ വളരാനും അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഒക്കെ കിട്ടാനും സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൊസൈറ്റീനെ നമ്മൾ സഹായിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അഞ്ചാമത്തെയാണ് ഡെവലപ്മെന്റ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ. പണ്ടത്തെ കാലത്ത് അങ്ങനെ ബിസിനസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ MBA ഒക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം, ഒരു ബിസിനസ് എന്റർപ്രൈസ് എങ്ങനെയാണ് നമ്മളത് അഭിമുഖീകരിക്കേണ്ടത് എന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ ഇൻട്രസ്റ്റ് ആൻഡ് ബിസിനസ് ഇൻട്രസ്റ്റ്. സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റും ബിസിനസിന്റെ ഇൻട്രസ്റ്റും ഒന്നിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അല്ലാതെ ബിസിനസിന്റെ ഇൻട്രസ്റ്റ് മാത്രം സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ബിസിനസ് പൂട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ ദ ഫീലിംഗ് ദാറ്റ് ബിസിനസ് ക്യാൻ ഗ്രോ ഓൺലി ത്രൂ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് സൊസൈറ്റി ഹാവ് ഗിവൻ way of belief that long term benefits of business lies in the serving of society as well. അതായത് അവർക്ക് കൂടുതൽ ആയുസ് വേണമെങ്കിൽ, ആർക്ക് കൂടുതൽ ആയുസ്, നമ്മുടെ ബിസിനസ് എന്റർപ്രൈസിന് കൂടുതൽ ആയുസ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സൊസൈറ്റിനെയും കൂടെ സെർവ് ചെയ്യണം അല്ലെ. സൊസൈറ്റിനെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു ബിസിനസ് എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഡെവലപ്മെന്റ് ഓഫ് പ്രൊഫഷണൽ ആൻഡ് മാനേജീരിയൽ ക്ലാസ്സസ്. നേരത്തെ പറഞ്ഞു നമുക്കിപ്പോൾ കോളേജസിലൊക്കെ നമുക്ക് കോഴ്സുകളുണ്ട്, MBA പോലത്തെ കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്താണ് പല പ്രൊഫഷണൽ മാനേജേഴ്സ് ഒക്കെ ആവാൻ വേണ്ടിയുള്ള ക്വാളിറ്റീസ് കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നോക്കിക്കേ, പ്രൊഫഷണൽ മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റീസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഹാവ് ക്രിയേറ്റഡ് എ സെപ്പറേറ്റ് ക്ലാസ് ഓഫ് പ്രൊഫഷണൽ മാനേജേഴ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തതാണ് കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ദർ ആർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇമ്പോർട്ടൻറ്റ് 2 മാർക്കിന് ഇതിൻ്റെ അകത്ത് എക്കണോമിക് റെസ്പോൺസിബിലിറ്റി അല്ല, എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 മാർക്സ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. 2 മാർക്സിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് കൈൻഡ്സ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്താണെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുക. 2 മാർക്സിന് ഇതിൻ്റെ ഇടയിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. ഫസ്റ്റ് വൺ എക്കണോമിക് റെസ്പോൺസിബിലിറ്റി. മോണിറ്ററി വെച്ച് ഓർത്ത് വെക്കുക. എന്താണ്? ബിസിനസ് എന്റർപ്രൈസ് ഇസ് ബേസിക്കലി എക്കണോമിക് എൻറ്റിറ്റി ആൻഡ് ദെർഫോർ പ്രൈമറി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈസ് എക്കണോമിക്. ദാറ്റ് ഇസ് പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസ് ദാറ്റ് സൊസൈറ്റി വാണ്ട്സ്. ബാക്കി ഒരു സാധനം എഴുതിയില്ലെങ്കിലും ഇത്രയും സാധനങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾ എക്കണോമിക് റെസ്പോൺസിബിലിറ്റിയിൽ എഴുതിയാൽ മതി. പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസ് ദാറ്റ് സൊസൈറ്റി വാണ്ട്സ് ആൻഡ് സെൽ ദം അറ്റ് എ പ്രോഫിറ്റ് അല്ലേ. സൊസൈറ്റിക്ക് വേണ്ടിയ സാധനം ബിൽഡ് ചെയ്യുക, എന്നിട്ട് ആ സാധനം വിറ്റ് പ്രോഫിറ്റ് നേടുക. സിമ്പിൾ. ദർ ഇസ് എ ലിറ്റിൽ ഡിസ്ക്രിഷൻ ഇൻ ദ പെർഫോമിംഗ് ദീസ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇവിടെ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, സൊസൈറ്റിക്ക് വേണ്ട സാധനം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് എങ്ങനെയാണ് നമ്മൾ സെല് ചെയ്യുന്നത്? ചുമ്മാ വെറുതെ ഫ്രീ ആയിട്ട് കൊടുക്കണോ? അല്ല, പ്രോഫിറ്റിലായിരിക്കും നമ്മൾ വിൽക്കുന്നത്. അതിനെയാണ് എക്കണോമിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെയാണ് ലീഗൽ റെസ്പോൺസിബിലിറ്റി. ലീഗൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ലോസ് ഉണ്ട്, റൂൾസ് റെഗുലേഷൻസ് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. എങ്ങനെ ചെയ്യണം, എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്, അല്ലെങ്കിൽ ഇത് ഏതൊക്കെ ആൾക്കാരിലേക്കാണ് എത്തിക്കേണ്ടത് എന്ന കാര്യങ്ങൾ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. 2 മാർക്കിന് വരുന്ന ഒരു സംഭവമായിരുന്നു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞത്. Ethical responsibility എന്ന് പറഞ്ഞാൽ എന്താണ്? This includes the behavior of the firm that is expected by the society but not confined in the law. ലോയിലൊന്നും അത് പറഞ്ഞിട്ടില്ല, പക്ഷെ എന്താണ് ബാക്കി സൊസൈറ്റി അത് എക്സ്പെക്ട് ചെയ്യും, ആ ബിസിനസ് അത് ചെയ്യണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ അവിടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, റെസ്പെക്ടിങ് ദ റിലീജിയസ് സെന്റിമെന്റ്സ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് പീപ്പിൾ വൈൽ അഡ്വർടൈസിങ് ഫോർ ദ പ്രൊഡക്റ്റ്. അതായത് പ്രൊഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റ് നടക്കുന്ന സമയത്ത് എന്താണ് റിലീജിയസ് സെന്റിമെന്റ്സിൽ നമ്മൾ അല്ലെങ്കിൽ റിലീജിയസ് ആസ്പെക്റ്റിൽ നെഗറ്റീവായിട്ട് ആരെയും കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു 1 മാർക്കിന് വന്ന ചോദ്യം. ഈ ഒരു എക്സാമ്പിൾ അവർ കോട്ട് ചെയ്തു. ഇത് ഏത് ടൈപ്പ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആണ്, ഏത് കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആണെന്നായിരുന്നു ചോദ്യം. അപ്പം എല്ലാവരും കണ്ടുമുട്ടി ആൻസർ ചെയ്തുക. എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്താണ്?
റെസ്പെക്ടിങ് ദ റിലീജിയസ് സെന്റിമെന്റ്സ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് പീപ്പിൾ വൈൽ അഡ്വർടൈസിങ് ഫോർ എ പ്രൊഡക്റ്റ്. ഓക്കെ, ഡി വരുന്ന എന്താണ്? ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഡിസ്ക്രിഷണറി ഡി എന്ന് ഓർക്കുമ്പോൾ തന്നെ ഓർക്കുക എന്താണ്? ഡൊണേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഈ നന്മയുള്ള ലോകമേ നല്ല നന്മമരമൊക്കെ ആയിട്ട് നിൽക്കത്തില്ലേ, അതിനെയാണ് ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദിസ് റെഫേഴ്സ് ടു പ്യൂർലി വോളണ്ടറി ഒബ്ലിഗേഷൻ ദാറ്റ് ആൻ എന്റർപ്രൈസ് അസ്യൂം. ഫോർ ഇൻസ്റ്റൻസ് പ്രൊവൈഡിങ് ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻ. ചാരിറ്റീസ് നമ്മൾ കൊടുക്കത്തില്ലേ, നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ ആണെങ്കിലും നമ്മൾ കുറേ ചാരിറ്റീസ് ഒക്കെ കൊടുക്കും. ഞങ്ങളുടെ സ്കൂളിലൊക്കെ ഇതുപോലെ ഉണ്ടായിരുന്നു. എന്താണ്, ഫുഡ് ഇല്ലാത്തവർക്ക് ഫുഡ് കൊടുക്കുന്നത്, പിന്നെ ഡ്രസ്സ്, നമ്മുടെ പുതിയ ഡ്രസ്സ് ആയിക്കോട്ടെ, നമ്മൾ നേരത്തെ യൂസ് ചെയ്ത് അധികം ചീത്തയാവാത്ത ഡ്രസ്സുകളൊക്കെ നമ്മൾ കൊടുക്കുന്നു അല്ലേ, അതൊക്കെ ചാരിറ്റിയാണ്. ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻ ആയിക്കോട്ടെ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് ദി അഫക്റ്റഡ് പീപ്പിൾ ഡ്യൂറിങ് ഫ്ലഡ് അല്ലെങ്കിൽ എർത്ത്ക്വേക്കിലൊക്കെ അഫക്റ്റ് ചെയ്ത ആൾക്കാരെയൊക്കെ സഹായിക്കുന്നതിനെ ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. ഇത് വേണമെങ്കിൽ 2 മാർക്സിന് ചോദിക്കാം. വാട്ട് ഇസ് ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2021 ആണെന്ന് തോന്നുന്നു ഡിസ്ക്രിഷണറി റെസ്പോൺസിബിലിറ്റി എപ്പോഴോ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് 4 മാർക്സിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്ത്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ്. അപ്പം നമുക്ക് പലതരത്തിലുള്ള ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. ആദ്യത്തെ വണ്ണാണ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ആ ബിസിനസ്സിലെ ഷെയർ ഹോൾഡേഴ്സിനോടും ഓണേഴ്സിനോടും കാണിക്കേണ്ട ഒരു മിനിമം മര്യാദ എന്താണ്? അവർ മുടക്കിയ പൈസ പോലെ അവർക്ക് തിരിച്ച് പ്രോഫിറ്റ് കൊടുക്കുക, അവർക്ക് ആ ഒരു ബിസിനസ്സിൽ ഒരു വിശ്വാസം വരുത്തുക. ഇതൊക്കെ നമ്മൾ മിനിമം ചെയ്യേണ്ട ഒരു കാര്യം അല്ലേ. ബിസിനസ് എന്റർപ്രൈസ് ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു പ്രൊവൈഡ് എ ഫെയർ റിട്ടേൺ. ഈ വാക്ക് ഓർത്ത് വെക്കുക, ഫെയർ റിട്ടേൺ ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓർ ദി ഓണേഴ്സ് ഓൺ ദർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. അവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അല്ലേ, അതിനുവേണ്ടി അവരൊരു ഫെയർ റിട്ടേൺ കൊടുക്കുക. ആൻഡ് ടു എൻഷുർ ദ സേഫ്റ്റി ഓഫ് സച്ച് ഇൻവെസ്റ്റ്മെന്റ്. അപ്പം ആ ഒരു ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ വെറുതെ അങ്ങ് പോകുന്നില്ല, അതിലൂടെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്നവരെ കാണിച്ചു കൊടുക്കുക. രണ്ടാമത്തെയാണ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ വർക്കേഴ്സ്. വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? പണിയെടുക്കുന്നതിനനുസരിച്ചുള്ള പൈസ കൊടുക്കണം അല്ലേ, പണിയെടുക്കാൻ വേണ്ടി നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യണം അല്ലേ, അതൊക്കെ മിനിമം ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഓൾസോ ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് ഷുഡ് ട്രൈ ടു ക്രിയേറ്റ് റൈറ്റ് കൈൻഡ് ഓഫ് വർക്കിംഗ് കണ്ടീഷൻ സോ ദാറ്റ് ഇറ്റ് ക്യാൻ വിൻ ദ കോപ്പറേഷൻ ഓഫ് ദ വർക്ക്. അതായത് നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് പണിയെടുക്കാനായിട്ട് തോന്നും അല്ലേ, അതാണ് നമ്മുടെ വർക്കേഴ്സിനോട് ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ അവർക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ്, അവർക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതൊക്കെ പറയാൻ വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. മൂന്നാമത്തെയാണ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് കൊടുക്കേണ്ട കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി? ദി എന്റർപ്രൈസ് മസ്റ്റ് ടേക്ക് പ്രോപ്പർ പ്രിക്കോഷൻ അഗൈൻസ്റ്റ് ദ അഡൾട്രേഷൻ, പുവർ ക്വാളിറ്റി, ലാക്ക് ഓഫ് ഡിസയർ സർവീസ് ആൻഡ് കോർട്ടസി ടു ദ കസ്റ്റമേഴ്സ്, മിസ്ലീഡിംഗ്, ഡിസോണസ്റ്റ് അഡ്വർടൈസിങ് ആൻഡ് സോ ഓൺ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊരു പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോട് കാണിക്കേണ്ട റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? കറക്റ്റ് ക്വാളിറ്റി, കറക്റ്റ് ക്വാണ്ടിറ്റിയിലൊക്കെ സാധനം കൊടുക്കുക. അഡ്വർടൈസ്മെന്റിൽ ചില സ്ഥലങ്ങളിലൊക്കെ കാണിക്കും ഇന്ന സാധനം യൂസ് ചെയ്താൽ നിങ്ങൾ ഇങ്ങനെയാകും എന്നൊക്കെ പറഞ്ഞ് അവർ കാണിക്കും, പക്ഷെ അങ്ങനെയൊന്നും ആവത്തില്ല. അതൊക്കെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് ആണ്. അതിനൊക്കെ എതിരെ കേസൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല സീനാണ്. അപ്പം അതുകൊണ്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ നിങ്ങൾ പഠിക്കുന്നില്ലേ, അപ്പം അതിൻ്റെ പേരിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നല്ല സീനാണ്. അപ്പം നമ്മൾ കൺസ്യൂമേഴ്സിനോട് കാണിക്കേണ്ട ഒരു മിനിമം റെസ്പോൺസിബിലിറ്റി ഇത്രയൊക്കെ കാര്യങ്ങളാണ്. ഓക്കെ, റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദി ഗവൺമെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി. നമ്മുടെ ഗവൺമെന്റും നമ്മുടെ കമ്മ്യൂണിറ്റിയും എന്ന് പറയുന്നത് നമ്മളെ വളരാൻ അനുവദിക്കുന്ന ഒരു സമൂഹമാണ് അല്ലേ. അപ്പം ഗവൺമെന്റ് എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് റൂൾസ് ഉണ്ട്, ടാക്സ് അടയ്ക്കണം, അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഗ്രോത്ത് ഒക്കെ വരണമെങ്കിൽ ടാക്സുകൾ അടയ്ക്കണം. അപ്പം അങ്ങനെ നല്ലൊരു ഗുഡ് സിറ്റിസൺ ആയിട്ട് വളരണം. പിന്നെ കമ്മ്യൂണിറ്റിക്ക് അവർക്ക് വേണ്ട സഹായങ്ങളും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ബിസിനസ് ആൻഡ് എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ. അപ്പം ഈ ഒരു ഭാഗം വളരെ സിമ്പിൾ ആണ്. കോസസ് ഓഫ് പൊല്യൂഷൻ വരുമ്പോൾ കണ്ണും പൂട്ടി നിങ്ങൾക്ക് എഴുതാം എന്തൊക്കെ കോസസ് ഓഫ് പൊല്യൂഷൻ ആണ്. എയർ പൊല്യൂഷൻ ഉണ്ട്, വാട്ടർ പൊല്യൂഷൻ ഉണ്ട്, ലാൻഡ് പൊല്യൂഷൻ ഉണ്ട്, നോയ്സ് പൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പം അതെന്താണ് എയർ പൊല്യൂഷൻ, എന്താണ് വാട്ടർ പൊല്യൂഷൻ, എന്താണ് ലാൻഡ് പൊല്യൂഷൻ ഉള്ളത് 3ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഓരോ ഫാക്ടറികളിൽ നിന്ന് ഓരോ പുകപടലങ്ങളൊക്കെ വന്ന് അത് നമ്മുടെ എയർ ശ്വാസം വലിക്കുന്ന സമയത്ത് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അസുഖങ്ങൾ, ഹസാർഡിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്ക് ലങ് ഡിസീസസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്, ഹാർട്ട് ഡിസീസസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ലാൻഡ് പൊല്യൂഷന്റെ കേസിൽ വരുവാണെങ്കിൽ നമ്മുടെ ഫെർട്ടിലിറ്റി, ലാൻഡിന്റെ ഫെർട്ടിലിറ്റിനെ അത് ബാധിക്കും. വാട്ടർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ പൊല്യൂട്ടഡ് ആക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അസുഖങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നോയ്സ് പൊല്യൂഷൻ നമ്മുടെ ഹാർട്ടിനെ ബാധിക്കും അല്ലെ, നമ്മുടെ ബ്രെയിനിനെ ബാധിക്കും, നമ്മുടെ ഹാർട്ടിനെ ബാധിക്കും. അതുകൊണ്ടാണ് ഈ ഹെഡ്സെറ്റ് വെച്ച് ഫുൾ വോളത്തിരുന്ന് പാട്ട് കേൾക്കരുതെന്ന് അച്ഛനും അമ്മയും പറയുന്നത്. കാരണം എന്താണ്, അത് നമ്മുടെ ഹാർട്ടിന് ചീത്തയാണ്, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിനും അത് ചീത്തയാണ്. നമ്മുടെ ചെറിയ ചെറിയ ബ്രെയിനിന്റെ നെർവ്സ് ഒക്കെ അത് ഡാമേജ് ആവാനായിട്ട് കാരണമാകും. നീഡ് ഫോർ പൊല്യൂഷൻ കൺട്രോൾ. പൊല്യൂഷൻ കൺട്രോൾ ചെയ്യണം. കാരണം എന്താണ്,
ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിക്കാണ് അത് ബാഡ് ആവുന്നത്. റിഡക്ഷൻ ഓഫ് ഹെൽത്ത് ഹസാർഡ്സ് നമുക്ക് കുറയ്ക്കാനായിട്ട് നോക്കണം. റിഡക്ഷൻ ഓഫ് റിസ്ക് ഓഫ് ലയബിലിറ്റി, അതായത് ഇതുപോലെ എന്തെങ്കിലും ഹെൽത്ത് ഹസാർഡ്സ് വന്നു കഴിഞ്ഞിട്ട് അവർ ഇന്ന കമ്പനി കാരണമാണ് എനിക്ക് ഇങ്ങനെ അസുഖം വന്നത് എന്ന് പറയുവാണെങ്കിൽ, നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി എന്ന് പറയുന്നത് വളരെ ദാരുണമായ ഒരു ട്രാജഡിയാണ്. അതിൽ അങ്ങനെ ഒരു ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ ഒരു അശ്രദ്ധ മൂലം വന്നതാണ്. അപ്പം അവർക്കെതിരെയൊക്കെ കേസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഒത്തിരി ലയബിലിറ്റീസ് ഉണ്ടായിരുന്നു. കാരണം എന്താണ്, ഇതുപോലെ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവർ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഒരു ബിസിനസ്സിന് അതൊരു കടം അല്ലെങ്കിൽ ലയബിലിറ്റിയാണ്, ബാധ്യതയാണെന്നാണ് പറയുന്നത്. മൂന്നാമത്തെയാണ് കോസ്റ്റ് സേവിങ്. അപ്പം നമ്മൾ മെഷീൻസ് ഒക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്ത് പൊല്യൂഷനൊക്കെ ചെക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫങ്ഷനിങ് കുറച്ചും കൂടെ മെച്ചപ്പെടും. അല്ലെങ്കിൽ കുറേ നാളായിട്ട് ചെക്ക് ചെയ്യാതെ കിടക്കുവാണെങ്കിൽ അതിങ്ങനെ പഴകി അതിൻ്റെ ആ ഒരു പെർഫോമൻസ് ലെവല് കുറയും. അപ്പോൾ കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇംപ്രൂവ്ഡ് പബ്ലിക് ഇമേജ്. ഇപ്പം നമ്മൾ ചില കടകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഗ്രീൻ ബാഗ്സ് അല്ലെങ്കിൽ പേപ്പർ ബാഗ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ, പ്ലാസ്റ്റിക്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരെവിടെ സാധനങ്ങൾ കൊടുത്തു വിടില്ല എന്നൊക്കെ പറയുന്ന കടകളൊക്കെ നമ്മളിങ്ങനെ എന്താ അല്ലേ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കി നിൽക്കും അല്ലേ. അപ്പം അങ്ങനെ ഒരു പബ്ലിക് ഇമേജ്, അതിലൂടെ ആൾക്കാർ പറയും ആ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ സൊസൈറ്റിക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു പബ്ലിക് ഇമേജ് വരും. അത് സോഷ്യൽ ബെനിഫിറ്റ്സ് വരും. ബെനിഫിറ്റ്സ് ലൈക്ക് ക്ലിയർ വിസിബിലിറ്റി, ക്ലീനർ ബിൽഡിങ്സ്, ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്, അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ പ്രൊഡക്ട്സ്, പ്യുവർ ഫോമിൽ തന്നെ നമുക്ക് കിട്ടും. അതൊക്കെയാണ് സോഷ്യൽ ബെനിഫിറ്റ്സ് വരുന്നത്. റോൾ ഓഫ് ബിസിനസ് ഇൻ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്തൊക്കെയാണ് വരുന്നത്? The business enterprise should, however, take the lead in providing their own solution to environmental problems. അപ്പം നമ്മുടെ ഒരു ബിസിനസ് കൊണ്ടാണ് ഇതുപോലെ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് വരുന്നെങ്കിൽ നമ്മളത് ഐഡന്റിഫൈ ചെയ്യണം. ഏതൊക്കെ രീതിയിലാണെന്ന് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി അതിന് വേണ്ടിയുള്ള ആക്ഷൻസ് നമ്മൾ എടുക്കണം. ഇനി വരുന്നതാണ് നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. അപ്പം ഈ ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തിക് ഇസ് ഓൾസോ കോൾഡ് മോറൽ ഫിലോസഫി, ദ ഡിസിപ്ലിൻ കൺസേൺ വിത്ത് വാട്ട് ഇസ് മോറലി ഗുഡ് ആൻഡ് ബാഡ് ആൻഡ് മോറലി റൈറ്റ് ആൻഡ് റോങ്. അല്ലെ, നമ്മൾ എന്താണ് മോറലി ചീത്ത അല്ലെങ്കിൽ ശരി എന്ന കാര്യം ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് കൺസേൺ ഇറ്റ് സെൽഫ് വിത്ത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബിസിനസ് ഒബ്ജക്റ്റീവ്, പ്രാക്ടീസ് ആൻഡ് ടെക്നിക്സ് ആൻഡ് ഗുഡ്സ് ഓഫ് ദ സൊസൈറ്റി. ബിസിനസ് എത്തിക്സ് റെഫേഴ്സ് ടു ദ സോഷ്യലി ഡിറ്റർമൈൻഡ് മോറൽ പ്രിൻസിപ്പിൾസ് വിച്ച് ഷുഡ് ഗവേൺ ദ ബിസിനസ് ആക്ടിവിറ്റി. അതായത് നമ്മൾ മോറലി നല്ലത് ഏതെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി നല്ല കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ഭാഗം എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ഫ്യൂ എക്സാമ്പിൾ ഫോർ ബിസിനസ് എത്തിക്സ്. ബിസിനസ് എത്തിക്സിനുള്ള ഒരു ഫ്യൂ എക്സാമ്പിൾസ് ആണ്. ചാർജിങ് ഫെയർ പ്രൈസ് ഫ്രം ദ കസ്റ്റമേഴ്സ്. അല്ലെ, ഈ ഒരു സംഭവം വേണമെങ്കിൽ നിങ്ങൾ പഠിച്ചോ. ബിസിനസ് എത്തിക്സിനുള്ള കുറച്ച് എക്സാമ്പിളുകളാണ് പറയുന്നത്. കസ്റ്റമേഴ്സിൽ നിന്ന് ഫെയർ പ്രൈസ് വാങ്ങിക്കുന്നു. അല്ലെ, 10 രൂപയുടെ സാധനം 20 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് മോശമാണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഫെയർ പ്രൈസ് വാങ്ങിക്കുക. യൂസിങ് ഫെയർ വെയ്റ്റ്സ് ഫോർ മെഷർമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില കടകളിലൊക്കെ ചെല്ലുമ്പോൾ ഓറഞ്ച് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് അവർ മറ്റേ വെയിറ്റ് കൂട്ടിയിട്ട് അവരെന്ത് ചെയ്യും, നമ്മളെ പറ്റിക്കും അല്ലേ. അങ്ങനെയൊന്നും ചെയ്യരുത്. ഗിവ് ഫെയർ ട്രീറ്റ്മെന്റ് ടു വർക്കേഴ്സ് ആൻഡ് ഏർണിങ്സ്. അല്ലേ, അവർ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഫെയർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കൊടുക്കുക, എൻവയോൺമെന്റ് കൊടുക്കുക, പൈസ കൊടുക്കുക, അതൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന സംഭവം. എലമെന്റ്സ് ഓഫ് ബിസിനസ് എത്തിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം എലമെന്റ്സിൽ ഫസ്റ്റ് വൺ ടോപ്പ് മാനേജ്മെന്റ് കമ്മിറ്റ്മെന്റ്സ്. അപ്പം ടോപ്പ് മാനേജ്മെന്റിലുള്ള CEO എന്ന് പറയുന്ന ലെവലിലുള്ള ആൾക്കാരൊക്കെയാണ്, നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ഒക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുന്നത് എന്ന കാര്യങ്ങൾ ഒരു ഐഡിയ അവരുടെ സബോർഡിനേറ്റ്സിന് ആദ്യം പ്രൊവൈഡ് ചെയ്യുക. പബ്ലിക്കേഷൻ ഓഫ് എ കോഡ്, അവരൊരു റിട്ടൺ ഡോക്യുമെന്റ് കൊടുക്കുക, ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. മൂന്നാമത്തെയാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കംപ്ലയൻസ് മെക്കാനിസം. ഇവിടെ പറയുന്നുണ്ട്, ഇൻ ഓർഡർ ടു എൻഷുർ ദി ആക്ച്വൽ decision and action comply with the firm's ethical standard, suitable mechanism should be established. Okay, ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ ഒരു ഡിസിഷൻ എടുക്കും, ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ നമ്മൾ ചെയ്യണം എന്ന രീതിയിൽ നമ്മൾ ഡിസിഷൻസ് എടുക്കും. അപ്പം അതുപോലെ തന്നെ നമ്മൾ എത്തിക്കലി ആണോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് അസസ് ചെയ്യുക. നാലാമത്തെയാണ് ഇൻവോൾവിങ് എംപ്ലോയീസ് അറ്റ് ഓൾ ലെവൽസ്. അല്ലെ, എല്ലാ ലെവൽസിലുള്ള എംപ്ലോയീസിനെ നമ്മൾ ഇൻവോൾവ് ചെയ്യുക. ഇറ്റ് ഈസ് ദ എംപ്ലോയി അറ്റ് ദ ഡിഫറെന്റ് ലെവൽസ് ഹു ഇംപ്ലിമെന്റ് എത്തിക്കൽ പോളിസീസ് ടു മേക്ക് എത്തിക്കൽ ബിസിനസ് എ റിയാലിറ്റി. അതായത് എല്ലാവരും അതിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ മാത്രമേ എല്ലാവർക്കും അത് ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ വരത്തുള്ളൂ. അല്ലാതെ CEO മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല, അവിടെ കൂടുതലും പണിയെടുക്കുന്നത് സബോർഡിനേറ്റ്സ് ആണ് അല്ലേ. അപ്പം ആ താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയും കൂടെ ഈ സോഷ്യലി റെസ്പോൺസിബിൾ ആവാൻ വേണ്ടി അവരെയും കൂടെ
ഓരോ പ്രൊജക്ട്സ് കാര്യത്തിനൊക്കെ ഇൻവോൾവ് ആക്കുക. മെഷറിംഗ് റിസൾട്ട്സ്, എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്ന സംഭവം തന്നെ അവർക്ക് ഔട്ട്പുട്ട് കിട്ടിയോ എന്ന കാര്യങ്ങൾ അവർ നോക്കുന്നു. ഓൾദോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ആക്യുറേറ്റ്ലി മെഷർ ദി എൻഡ് റിസൾട്ട്, അല്ലെ, എൻഡ് റിസൾട്ട് കണ്ടുപിടിക്കാനായിട്ട് ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പാടാണ്. പക്ഷെ എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് അസസ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് അവർ ഉദ്ദേശിച്ച പോലെ തന്നെയാണോ അവർക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് എന്ന കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇത്രയും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. യെസ്, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.